കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 89 അധ്യായം 1 വാക്യത്തിൽ യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും, തലമുറ തലമുറയോളം എൻ്റെ വായ് കൊണ്ട് നിൻ്റെ വിശ്വസ്തതയെ അറിയിക്കും എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. തലമുറ തലമുറകളോളം ഞാൻ അങ്ങയെ പാടുമെന്ന് സങ്കീർത്തനക്കാരൻ വിശ്വസ്തതയെ അറിയിക്കുമെന്ന് പറയുന്നു. അതേപോലെ തന്നെ സംഗീതക്കാരൻ തൻ്റെ വാ കൊണ്ട് തന്നെ കർത്താവിനെ സ്തുതിച്ച് പാടുന്ന കാര്യം പറയുകയാണ്. നാം സങ്കീർത്തനക്കാരൻ ഇത് പറയുമ്പോൾ നമുക്ക് തോന്നും തൻ്റെ ജീവിതത്തിൽ ഒരു അനർത്ഥങ്ങളും സംഭവിച്ചിട്ടില്ല. അപ്പോൾ കർത്താവിൻ്റെ വിശ്വസ്തത അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ നന്മയെക്കുറിച്ച് പാടുമ്പോൾ ഒരു നന്മ മാത്രം തന്നെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും എന്ന് നമുക്ക് തോന്നാം. പക്ഷെ അങ്ങനെയല്ല. നാം ദാവീദിൻ്റെ ജീവിതങ്ങളിൽ നോക്കുമ്പോൾ രാജാവായി ഇരുന്നിട്ടും ഒരുപാട് അനർത്ഥങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനേക അനർത്ഥങ്ങളുടെ മധ്യനും ദൈവം ചെയ്ത നന്മ, രാത്രിയിലെ ഭയങ്കരമായ കൂരിരുട്ടിന് ശേഷം ഒരു സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ഭൂമിയിലുണ്ടാകുന്ന ആ ഒരു ഇരുൾ മാറിപ്പോകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൂരിരുട്ടിൻ്റെ വേളകൾ കർത്താവിൻ്റെ ആ ഒരു മുഖപ്രകാശം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, കർത്താവിൻ്റെ അനുഗ്രഹം വരുമ്പോൾ ആ ഇരുട്ടിൻ്റെ വേദനകൾ മാറിപ്പോകുകയാണ്. പക്ഷെ അപ്പോൾ നാം ആ ഒരു ഇരുട്ടിനെക്കുറിച്ച് ഓർക്കുന്നില്ല, ആ ദൈവത്തിൻ്റെ കൃപകളെക്കുറിച്ച് നാം വർണ്ണിക്കും. അതേപോലെ തന്നെ ഒരു ഗർഭസ്ഥ അവസ്ഥയിലിരിക്കുന്ന ഒരു സ്ത്രീ പ്രസവവേദനയിൽ അധികമായിട്ട് താൻ വ്യാകുലപ്പെട്ടാലും ആ ഒരു കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ സകലത് മറക്കുന്നത് പോലെ ജീവിതങ്ങളിൽ അനർത്ഥങ്ങൾ ഏറെ ഉണ്ടായിരുന്നിട്ടും തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ചില അനുഗ്രഹങ്ങളെ വെച്ചുകൊണ്ട് സങ്കീർത്തനക്കാരനായ ദാവീദ് ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പ്രിയ ദൈവ പൈതലെ, നമ്മുടെ ജീവിത രീതി എങ്ങനെ ഇരിക്കുന്നു? കഴിഞ്ഞ കാല ഒരു കണ്ണുനീരിൻ്റെ അനുഭവം കഴിഞ്ഞ് ദൈവം തരുന്ന ആ ഒരു നന്മയെ നാം പ്രാപിക്കുമ്പോൾ നാം എത്രത്തോളം ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്, തലമുറയായി എന്ന് പറഞ്ഞാൽ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അല്ലെങ്കിൽ വരും തലമുറകൾക്കും, നാം കാണുന്ന കൊച്ചു കൊച്ചു തലമുറകൾക്ക് നമ്മുടെ ജീവിത അനുഭവങ്ങളും കർത്താവ് നമുക്ക് നടത്തിയതെയും നാം പറയാറുണ്ടോ? ദൈവം നടത്തുന്ന അല്ലെങ്കിൽ കഷ്ടപ്പാടുകളെ വന്ന വഴികളെ മാത്രം മക്കളോട് പറയുന്നവരുണ്ട്. ദൈവം നടത്തിയ വഴിയേക്കാളും താൻ അനുഭവിച്ചു, ഇങ്ങനെ അനുഭവിച്ചു, അങ്ങനെ അനുഭവിച്ചു എന്ന് പറയുന്നവരാണ് അനേകം പേരും. പക്ഷേ ആ ഒരു അനുഭവത്തിൻ്റെ മധ്യയിൽ കർത്താവ് കൊടുക്കുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളെ അവർ പറയാറില്ല. പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങളെ ദൈവസന്നിധി അറിയിക്കുന്നവരായിരിക്കണം. അതേപോലെ തന്നെ കഴിഞ്ഞ ഈ വർഷം 2024 ജനുവരി 7 എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 54 വർഷം കർത്താവ് നടത്തി വന്ന ആ ഒരു പാതകളെ ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ കണ്ണുനീരിൻ്റെ താഴ്വരയിലും കൂരിട്ടിൻ്റെ അടിത്തട്ടിലും ഇരുന്ന സമയങ്ങളിലെല്ലാം കർത്താവ് തൻ്റെ ദൂതന്മാരെ അയച്ച്, അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുന്ന തൻ്റെ ഭൃത്യന്മാരെ അയച്ച് അയാളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന ഉപകാരങ്ങളെ ഞാൻ അന്നൊരു പാട്ടായി കർത്താവ് എനിക്ക് വരികളെ തന്ന് ഞാൻ എഴുതി. ഈ സമയം ഞാൻ ആ ഒരു പാട്ട് പാടാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയ ദൈവ പൈതലെ, നിങ്ങളും ഇതേപോലെ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസവും ഓരോ നിമിഷവും എന്നെ നടത്തുന്ന ദൈവം, ഓരോ ദിവസവും ഓരോ നിമിഷവും എന്നെ നടത്തുന്ന ദൈവം, ഇരുളായാലും വെളിച്ചമായാലും കൂടെ ഇരുന്നിടും ദൈവം, ഇരുളായാലും വെളിച്ചമായാലും കൂടെ ഇരുന്നിടും ദൈവം. എൻ യാത്രയുടെ ഘോരമരുവിൽ എന്നെ നടത്തുന്ന ദൈവം, എൻ യാത്രയുടെ ഘോരമരുവിൽ
എന്നെ നടത്തുന്ന ദൈവം. ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴെല്ലാം നിഴൽ പോൽ കൂടൻ ദൈവം. ഞാനൊന്നു തിരിഞ്ഞു നോക്കുമ്പോഴെല്ലാം നിഴൽ പോൽ കൂടൻ ദൈവം. ഓരോ ദിവസവും ഓരോ നിമിഷവും എന്നെ നടത്തുന്ന ദൈവം. ഓരോ ദിവസവും ഓരോ നിമിഷവും എന്നെ നടത്തുന്ന ദൈവം. ഇരുളായാലും വെളിച്ചമായാലും കൂടെ വരുന്ന ദൈവം. ഇരുളായാലും വെളിച്ചമായാലും കൂടെ ഇരുന്നിടും ദൈവം. ഹൃദയം നുറുങ്ങി വേദനയാലൻ കണ്ണ് നിറയുമ്പോഴും, ഹൃദയം നുറുങ്ങി വേദനയാലൻ കണ്ണ് നിറയുമ്പോഴും, കണ്ണീരൊപ്പാൻ എവിടെയും കൂടെ കൂട്ടായി വരുന്ന ദൈവം. കണ്ണീരൊപ്പാൻ എവിടെയും കൂടെ കൂട്ടായി വരുന്ന ദൈവം. ഓരോ ദിവസവും ഓരോ നിമിഷവും എന്നെ നടത്തുന്ന ദൈവം. ഓരോ ദിവസവും ഓരോ നിമിഷവും എന്നെ നടത്തുന്ന ദൈവം. ഇരുളായാലും വെളിച്ചമായാലും കൂടെ ഇരുന്നിടും ദൈവം. ഇരുളായാലും വെളിച്ചമായാലും കൂടെ ഇരുന്നിടും ദൈവം. എൻ യാത്രയിൽ ഞാൻ തളരുമ്പോഴും താങ്ങുന്നവൻ കരങ്ങൾ. എൻ യാത്രയിൽ ഞാൻ തളരുമ്പോഴും താങ്ങുന്നവൻ കരങ്ങൾ. കൂടെ ഉണ്ടെന്ന് ചൊല്ലിടുന്ന ഇൻപസ്വരമായ ദൈവം. കൂടെ ഉണ്ടെന്ന് ചൊല്ലിടുന്ന ഇൻപസ്വരമായ ദൈവം. ഓരോ ദിവസവും ഓരോ നിമിഷവും എന്നെ നടത്തുന്ന ദൈവം. ഓരോ ദിവസവും ഓരോ നിമിഷവും എന്നെ നടത്തുന്ന ദൈവം. ഇരുളായാലും വെളിച്ചമായാലും കൂടെ ഇരുന്നിടും ദൈവം. ഇരുളായാലും വെളിച്ചമായാലും കൂടെ ഇരുന്നിടും ദൈവം. പ്രിയ ദൈവമക്കളെ, ഈ ലോകയാത്രയിൽ വെളിച്ചം വരുന്ന നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമായിരിക്കുന്ന സമയത്തായാലും കൂരിട്ടിൻ്റെ സമയത്തായാലും കൂടെ ഇരിപ്പാനും കൂടെ വരുവാനും നമുക്ക് ആശ്വാസം പകർന്നു തരുവാനും ഈ ലോകത്തിൽ ഒരു മനുഷ്യനും കാണത്തില്ല. പ്രിയ ദൈവമേ, നമ്മൾ സ്നേഹിക്കുന്ന പലരും നമ്മെ വിട്ടു പോകുമ്പോഴും എപ്പോഴും ജീവിതാന്ത്യത്തോളം കൂടെ ഇരിക്കുന്ന ഒരു യഹോവ ഉണ്ടെന്ന് അറിയണം. അതേപോലെ തന്നെ ആ യഹോവയെക്കുറിച്ച് പാടുവാനും അല്ലെങ്കിൽ അവൻ്റെ ആ വൻ കൃപകളെക്കുറിച്ച് തലമുറകളോട് പറവാനും നാം ഒരിക്കലും മടി കാണിക്കരുത്. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹമായ ഈ സമയത്ത് കർത്താവേ, ഈ മെസ്സേജും പാട്ടും കേട്ടുകൊണ്ടിരുന്ന ഓരോ നിൻ്റെ പൈതങ്ങളെ അപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവേ, ഈ ലോകയാത്രയിൽ വിവിധമായ കഷ്ടങ്ങളിൽ കൂടെ വിവിധമായ കണ്ണുനീരിൽ കൂടെ കർത്താവേ ദൈവമേ എന്തെന്നറിയാതെയുള്ള ജീവിതങ്ങൾ ഇവർ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ആ ഇരുട്ടിൻ്റെ സമയത്തും നീ കൂടെ ഇരുന്ന് കൂടെ നടത്തുന്നത് ആ ഒരു കൃപളെക്കുറിച്ച് കർത്താവേ അപ്പ
ഏത് സമയത്തും കർത്താവെ നിന്നെക്കുറിച്ച് പാടുവാനും കർത്താവെ അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങളെ വരും തലമുറയ്ക്ക് കർത്താവെ വർണ്ണിച്ച് കർത്താവെ ഒരു സാക്ഷിയായി ജീവിപ്പാനും ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഏത് സമയവും ഞാൻ കൂടെ ഇരിക്കാമെന്ന് വാക്ക് തന്ന എൻ്റെ ദൈവമേ ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് വാക്ക് തന്നല്ലോ കർത്താവെ. ഈ ദൈവമേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ നിൻ്റെ മക്കളുടെ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഇവരുടെ തലമുറകളുടെ ജീവിതത്തിലും ഇവരുടെ അത്യാവശ്യങ്ങളുടെ മധ്യയിലും നീ കൂടെ ഇരുന്ന് കരം പിടിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.